ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ ഭയങ്കര ചൂടാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പുറത്ത് ഇറങ്ങുകയാണെങ്കിൽ തന്നെ നമ്മളുടെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിനെ കുറിച്ചിട്ടായിരിക്കും. കാരണം ഇറങ്ങിക്കഴിഞ്ഞാൽ അയ്യോ എൻ്റെ സ്കിൻ എന്താവോ എന്നുള്ളൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. ബട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ വേണമെന്നുള്ളത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇത്രയും ചൂടത്ത് നമ്മൾ എന്തായാലും പുറത്തിറങ്ങുന്ന സമയത്ത് സൺസ്ക്രീൻ വേണമെന്നറിയാം. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, സൺസ്ക്രീൻ വേണമെന്നുള്ളത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും സൺസ്ക്രീൻ എങ്ങനെ എടുക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതാണ് ബെറ്റർ, ഏത് സ്കിന്നിന് ഏതൊക്കെയാണ് എടുക്കേണ്ടത്, ഏത് രീതിയിലാണ് അതിൻ്റെ അപ്ലിക്കേഷൻ വരേണ്ടത്, എങ്ങനെയാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. കാരണം ഇതൊന്നും അറിയാതെ എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട്. എല്ലാവരും പറയും ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടും നമുക്കൊരു റിസൾട്ട് വരാത്തത്? ചിലവർക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ തന്നെ താല്പര്യമല്ല. കാരണം അത് ചെയ്യുമ്പോൾ സ്കിന്നിന് ഭയങ്കര ഡാർക്കാക്കുന്നു, അല്ലെങ്കിൽ ഭയങ്കര ഓയിൽ ഫീൽ വരുന്നു, എന്താ പറയുക, വൈറ്റ് കാസ്റ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് റീസൺ പറഞ്ഞ് സൺസ്ക്രീൻ ഒഴിവാക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതിനെല്ലാറ്റിനും ആൻസറായിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മുഴുവനും കണ്ടിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം സൺസ്ക്രീൻ എന്താണ്, എങ്ങനെ എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് നോക്കാം കേട്ടോ. ഞാൻ എപ്പോഴും സൺസ്ക്രീനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ് അല്ലേ. എപ്പോഴും പറയാറുണ്ട്, നമ്മളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ എന്താ പറയുക, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീനാണ്. അതുകൊണ്ട് ഡെയിലി നമ്മൾ സൺസ്ക്രീൻ എടുക്കണം. പ്ലസ് വീട്ടിലിരിക്കുന്നവർ ചോദിക്കുക, വീട്ടമ്മമാരാണ്, നമ്മൾ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല, ഞാൻ വീട്ടമ്മയാണ്, പക്ഷേ എനിക്ക് വീട്ടിലിരിക്കുവാണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ എന്നുള്ളത് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോഴും നമ്മൾ പറയും തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിലും നിങ്ങൾ സൺ പ്രൊട്ടക്ഷൻ തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ് എന്നുള്ളത് പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് SPF, എന്താണ് സൺ പ്രൊട്ടക്ഷൻ. SPFൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സൺ പ്രൊട്ടക്ഷൻ ഫോം. അത് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഇതിൽ തന്നെ ഉണ്ട് സൺ പ്രൊട്ടക്ഷൻ ഫോം. നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു ആവരണമാണ് ശരിക്കും പറഞ്ഞാൽ സൺസ്ക്രീൻ എന്ന് പറയുന്നത്. നമുക്ക് UV റേസിനും നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ആവരണമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് ചിലവർക്ക് ഇങ്ങനെ എന്താ പറയുക SPF ഇടുമ്പോൾ സ്കിൻ ഡള്ളായി പോകുന്നത് എന്നുള്ളത് ആദ്യം നോക്കാം. ആക്ച്വലി നമുക്ക് നമ്മളുടെ സ്കിൻ കെയറിലായിക്കോട്ടെ എല്ലാത്തിലും നമ്മൾ ബേസിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്കിൻ ടൈപ്പ് നമുക്ക് ഓയിലി ആണോ, ഡ്രൈ ആണോ, നോർമൽ ആണോ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. സ്കിൻ ടൈപ്പ് ഭയങ്കര ഓയിലി ആണെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ ഷോപ്പിൽ ചെന്നിട്ട് നമ്മളൊരു സൺസ്ക്രീൻ ചോദിക്കുവാണ്, അവരും തരുന്നു, നമ്മൾ അപ്ലൈ ചെയ്യണം. ആ സൺസ്ക്രീനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഓയിൽ കണ്ടൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ഒന്നുകൂടെ ഡള്ളാവും. അപ്പോൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സ്കിൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴാണ് നമുക്കത് കറക്റ്റായിട്ടുള്ള റിസൾട്ട്, ഈവൻ സൺസ്ക്രീൻ ആണെങ്കിൽ പോലും. ഓക്കെ, അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ്, കാരണം നിങ്ങളെടുത്ത സൺസ്ക്രീനിൽ നിങ്ങൾക്ക് ഓയിൽ ബേസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ സ്കിന്നിലും ഓയിലായിരിക്കാം. അപ്പോൾ നമ്മളിത് രണ്ടും കൂടി ആകുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നുകൂടെ ഡള്ളാവുകയും ഡാർക്കാവുകയും ചെയ്യും. സെക്കൻഡ് തിങ്, ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര വൈറ്റ് കാസ്റ്റ് വരുന്നു, എനിക്കത് ഇട്ട് കഴിഞ്ഞാൽ ശരിയാവുന്നില്ല, ഭയങ്കര എക്സസീവായിട്ട് നിൽക്കുന്നു എന്നൊക്കെ ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട്. അതിനുള്ള ഒരു ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും സൺസ്ക്രീൻ ഏത് രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് മോയ്സ്ചർ ചെയ്തതിന് ശേഷം മാത്രമേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. മിക്ക ആൾക്കാരും പെട്ടെന്ന് തന്നെ, നമ്മൾ ആദ്യം തന്നെ ഒന്നും ചെയ്യില്ല, ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ട്. സോ അത് മാറ്റി വയ്ക്കുക. ഒരു കാരണവശാലും സൺസ്ക്രീൻ ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് കൊടുക്കാൻ പാടില്ല. സ്കിന്നിനെ നല്ലപോലെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം, അതിന് പ്രൊട്ടക്റ്റ് മീൻസ് ഹൈഡ്രേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ സ്കിൻ ഹൈഡ്രേഷൻ വേണം, അതിന് നമ്മൾ എന്ത് ചെയ്യണം, മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം.
അപ്പോൾ ഇത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് മോയ്സ്ചറൈസർ ഇട്ട് ഒരു 30 സെക്കൻഡ് ടു 1 മിനിറ്റ് അകത്ത് നിങ്ങൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. കാരണം ആ ഒരു ഈർപ്പത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. കൊടുക്കുന്ന സമയത്തോ നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യുക. ചുമ്മാ നമ്മൾ എടുത്തിട്ട് നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ ചിലവർ പൗഡറൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊന്നും ചെയ്യാതെ കറക്റ്റായിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് നല്ലപോലെ, ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർബായിട്ട് നമ്മളുടെ ആ ഒരു ഓക്കെ ആയി, അതായത് വൈറ്റ് കാസ്റ്റ് നമുക്ക് അത്ര അറിയത്തില്ല. പിന്നെ ചില പ്രൊഡക്റ്റുകളിൽ ഭയങ്കരമായിട്ട് ഇത് തോന്നുന്നുണ്ട് വൈറ്റ് കാസ്റ്റ് വരുന്ന പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മൾ ആ പ്രൊഡക്റ്റും കൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ബെറ്റർ ആയിരിക്കും. പ്ലസ് നമ്മളുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പോലെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ലപോലെ റിസൾട്ട് ഉണ്ടാവും. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കാം, പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്രീമി ആവാനും പാടില്ല. അതായത് ഓയിലി ആയിട്ടുള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജെൽ ബേസ്ഡ്, വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ലിക്വിഡായിട്ടുള്ള നമുക്ക് ഒത്തിരി ക്രീമി ടെക്സ്ചർ അല്ലാത്ത രീതിയിലുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക ഓയിലി സ്കിന്നുകാർ. അതേ സമയത്ത് ഡ്രൈ സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് കുറച്ച് ക്രീമി ആയിരിക്കണം. ഡ്രൈ സ്കിന്നുകാർക്ക് എപ്പോഴും നമ്മൾ ഏത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനാണെങ്കിലും ക്രീം ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണം എടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ക്രീമി ടെക്സ്ചറുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എത്ര അവേഴ്സ് നമുക്ക് ലാസ്റ്റ് ചെയ്യണം എന്നുള്ളതും കൂടി ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ഓഫീസിലൊക്കെ പോകുന്ന ഒരാളാണ്, അപ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ സൺസ്ക്രീൻ ചൂസ് ചെയ്യേണ്ടത്? ഓഫീസിലൊക്കെ പോവുകയാണ്, നിങ്ങൾ പുറത്ത് പോകുന്ന ഒരാൾ, രാവിലെ പോയി വൈകിട്ടേ വരുന്നുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ സൺസ്ക്രീൻ മേടിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിനകത്ത് 20, 30, 40 ഒക്കെ നമ്പർ കാണുന്നുണ്ടാവും. ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചാൽ 30, 40 ഒക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും. 30 to 40 വരെ നമുക്ക് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റിന് നമുക്ക് എടുക്കാവുന്നതാണ്. 40. ദെൻ ചിലവർ പറയും നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് സൺസ്ക്രീൻ ഉണ്ട്, അത് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ഒരിക്കലും പറ്റൂല. കാരണം ഇവിടുത്തെ ചൂടിനേക്കാളും എത്രയോ എക്സ്ട്രീം ആയിരിക്കും അവിടെ വരുന്നത് കൂടുതൽ 60, 65 ഒക്കെ ആയിരിക്കും. അത് നമുക്കിവിടെ ഓക്കെ ആവില്ല. സോ അത് ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റുകളൊന്നും ഇവിടുത്തെ ക്ലൈമറ്റിന് നമുക്ക് ഓക്കെ ആവില്ല. എസ്പെഷ്യലി നമുക്ക് സൺസ്ക്രീൻ. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ നിങ്ങളത് എടുക്കരുത്. നമുക്ക് ഇവിടുത്തെ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് വേണം നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. അത് മൈൻഡിൽ വയ്ക്കുക. സെക്കൻഡ് തിങ്, ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, സൺസ്ക്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് ചെയ്യണം. പ്ലസ് നമ്മൾ പുറത്ത് പോകാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയാണ്, നമുക്കിതൊന്ന് സെറ്റായി എടുക്കാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അതായത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ മിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നമാണ്, നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് വിയർത്ത് ഒഴുകുന്ന പോലത്തെ ഒരു ഫീലാണ്. അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഇടാൻ നമുക്ക് അത്രയും താല്പര്യം ഇല്ല എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വെറ്റ് ആവും. അത് നോർമലി ഉള്ള ഒരു പ്രശ്നമാണ്. അത് നിങ്ങളുടെ മാത്രം പ്രശ്നം കൊണ്ടല്ല, നോർമലി എല്ലാവർക്കും അങ്ങനെ സംഭവിക്കും. നമ്മൾ ഇടുന്ന സമയത്ത് പെട്ടെന്ന് വിയർക്കുന്ന പോലത്തെ ഫീലും സ്വെറ്റാവുകയൊക്കെ ചെയ്യും ഫേസിന്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ട് കഴിഞ്ഞ ഉടനെ ഒന്ന് ഫാൻ അല്ലെങ്കിൽ AC ഫാനോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതിലാണ് ഓക്കെ ഉള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഫേസ് ഒന്ന് സെറ്റാക്കി കൊടുത്ത് ഒരു 20 മിനിറ്റ്സിന് ശേഷം മാത്രമേ നിങ്ങൾ പുറത്ത് പോകാവൂ. നമ്മളെപ്പോഴും എന്ത് ചെയ്യും, നമ്മൾ പുറത്ത് പോകുന്നതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട് ഇറങ്ങാൻ നിൽക്കുക, നമ്മൾ ഒരുങ്ങുന്ന സമയം. ആ സമയത്ത് തന്നെ നമ്മൾ ഭയങ്കര രാവിലെയൊക്കെ എന്ന് വെച്ചാൽ എല്ലാവരും ഭയങ്കര ഓട്ടത്തിലും ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ളൊരു ടൈമാണ് മോർണിംഗ് സെഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പെട്ടെന്നൊരു പുറത്തേക്ക് ഇറങ്ങി ഓടാനുള്ള ഒരു ഇതിൽ പെട്ടെന്ന് നമ്മൾ സൺസ്ക്രീനൊക്കെ ഇട്ട്, ഈവൻ എനിക്ക് തോന്നുന്നു ജെൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ ഇടണം എന്നുള്ളത് ഇപ്പോൾ അവർക്കും അറിയാം. ഇപ്പോൾ ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഈക്വലായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാണെങ്കിലും എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഓടും. ഇത് പുറത്തേക്ക് ഓടുന്ന സമയത്ത് വേർക്കുകയും ഇതിങ്ങനെ ഒഴുകി അവിടെ ഇവിടെ പാച്ചായിട്ട് നമുക്ക് ഭയങ്കര പാച്ചസ് ആയിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും അങ്ങനെ ഇട്ട ഉടനെ പുറത്തേക്ക് പോകാൻ പാടില്ല. സോ ഇട്ട് ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അത് വെയിറ്റ് ചെയ്ത് ഇതൊന്ന് സെറ്റായിട്ട് വേണം പുറത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാവും. അതല്ല നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാലോ, ഈവൻ നിങ്ങൾ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ AC ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളൊന്ന് എന്തെങ്കിലും ഒന്ന് AC-യുടെ ഫ്രണ്ടിലൊക്കെ ഇരുന്ന് അതൊന്ന് സെറ്റാക്കി എടുക്കുക. അതർവൈസ് നമ്മൾ പെട്ടെന്ന് പോയി ചൂടത്തേക്ക് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യുന്ന പ്രൊസീജിയർ ഭയങ്കര തെറ്റാണ്. കാരണം നിങ്ങൾ അത്രയും ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് റിസൾട്ട് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. നമ്മൾ പോകുന്നതിന് ഒരു 20 മിനിറ്റ്സ് ബാക്ക് നമ്മളിതെല്ലാം സെറ്റാക്കി കുറച്ച് സമയം, നമുക്ക് ചിലപ്പോൾ രാവിലെ ഈ തിരക്കിനിടയ്ക്ക് ഇതൊന്നും സമയം കിട്ടില്ല, എന്നാൽ പോലും കുറച്ച് സമയമെങ്കിലും അതൊന്ന് സ്കിന്നിലേക്ക് ഒന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. ഒന്ന് ഫാനിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഇരുന്ന് ഒന്ന് സെറ്റാക്കിയതിന് ശേഷം പുറത്തിറങ്ങുവാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇത് മനസ്സിലാക്കുക. പിന്നെ ഒരുപാട് പേര് ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് ചോദിക്കും. ഞാൻ എപ്പോഴും ഇന്ന പ്രൊഡക്റ്റ് മാത്രമൊന്നും പറയാറില്ല, കുറേ പ്രൊഡക്റ്റ് ഓൾറെഡി ഞാൻ എപ്പോഴും ലൈവിൽ വരുമ്പോഴും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ അപ്പോൾ അത് ഫോളോ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ചൂടെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, അത്രയും പ്രശ്നമാണ് ഈ ചൂട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്കിന്നിന് നമ്മൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ എല്ലാവരും സ്കിൻ കെയർ റൊട്ടീൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. കൂടെ സ്കിൻ കെയർ റൊട്ടീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് SPF എന്നുള്ളത് വിട്ടുപോകരുത്. സൺ പ്രൊട്ടക്ഷൻ ഫോം, നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ഇല്ലാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്ത് സംഭവിക്കും, ടാൻ അടിക്കും അല്ലേ. സ്കിന്ന് ഭയങ്കരമായിട്ട് ടാൻ അടിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായി പോകും. നമ്മുടെ സ്കിന്നിന് ടാൻ വന്നു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് തന്നെ സ്കിൻ ഡാർക്കാകുന്ന പോലെ ഫീൽ ചെയ്യും. ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും, ഏത് ഭാഗത്തുനിന്ന് പോലും പറയാൻ പറ്റില്ല. ചിലവർക്ക് ലിപ്പിൻ്റെ ചുറ്റുമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഏരിയ, അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗത്ത് ഇവിടെയൊക്കെ ആയിരിക്കും കൂടുതൽ ടാൻ കാണപ്പെടുന്നത്. സോ അപ്പോൾ അത് വരാതിരിക്കാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുള്ളായോ, ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ, ദെൻ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.